പുതുതായി പുറത്തിറക്കിയ വോട്ടർ പട്ടികയിൽ പാലക്കാട് നഗരസഭയിൽ വ്യാപകമായ പിഴവുകൾ സംഭവിച്ചതായി കോൺഗ്രസ്. വീട് നിൽക്കുന്ന വാർഡിൽ പലർക്കും വോട്ടില്ല എന്നാണ് ആരോപണം. മറ്റ് പ്രദേശങ്ങളിലാണ് ഇവർക്ക് വോട്ടെന്നും ബിജെപിക്ക് അനുകൂലമായി വോട്ടർ പട്ടിക തയ്യാറാക്കിയെന്നുമാണ് കോൺഗ്രസിന്റെ പരാതി. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടിക സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടതിന് പിന്നാലെ വലിയ പരാതികളാണ് ഉയരുന്നത്. ഞാൻ പാലക്കാട് നഗരസഭയിലാണുള്ളത്. പാലക്കാട് നഗരസഭയിൽ ഇത്തരത്തിലുള്ള വലിയ ക്രമക്കേടുകളും സ്വന്തം വീടുള്ളിൽ നിന്ന് ഏറെ അകലെ വോട്ടുള്ള ആളുകൾ ഉണ്ട് എന്നാണ് പറയുന്നത്. ഇപ്പോൾ കോൺഗ്രസിൻ്റെ പ്രവർത്തകരും ഈ കൗൺസിലർമാരുമായ ആളുകളാണ് ഉള്ളത്. ഈ കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് രമേശിന് വരെ അദ്ദേഹത്തിൻ്റെ വോട്ട് മറ്റൊരിടത്താണില്ലേ. നിങ്ങളുടെ കാര്യത്തിൽ എന്താ സംഭവിച്ചത്? അത് എൻ്റെ പുതുതായി വന്ന 9-ാം വാർഡിലാണ് എനിക്ക് വോട്ട് വരേണ്ടത്. എൻ്റെ വീട് നിൽക്കുന്നത് പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ നവഞ്ഞിക്കോട് എന്ന പ്രദേശമാണ്. അവിടെ 7/700 ചില്ലറ വീട് മുതൽ 887 വരെയാണ് നമ്പറുള്ളത്. എൻ്റെ വീട് 821, 7/821. ആ വീട് നിലവിലെ പുതിയ 9-ാം വാർഡിലാണ് ചേർത്തേണ്ടത്. അതിന് പകരം പുതിയ 5-ാം വാർഡിലേക്ക് ചേർത്തുകയും എൻ്റെ വീട്ടു നമ്പർ 7/18 മാറ്റുകയും ചെയ്തിരിക്കുകയാണ്. എനിക്കിനിപ്പോൾ വോട്ട് ചെയ്യണമെങ്കിൽ കൽപ്പാത്തി 5-ാം വാർഡിലാണ് വോട്ട്. ശരിക്കും ഞാൻ ഇരിക്കുന്ന പ്രദേശം പുതിയ 9-ാം വാർഡിലെ പ്രദേശമാണ്. നിങ്ങളുടെ അയൽവാസികൾക്കൊക്കെയോ? എൻ്റെ അയൽവാസികളും കൂട്ടുകാരും ബന്ധുക്കളും എല്ലാവരും കൂടി അടങ്ങുന്ന 87 പേരുടെ വോട്ടുമാണ് ഇത്തരത്തിൽ മാറിയിട്ടുള്ളത്. എല്ലാവർക്കും 7/700 ചില്ലറ നമ്പറും 800 ചില്ലറ നമ്പറും വരേണ്ടതിന് പകരം 7/15, 7/16 എന്നെല്ലാം നമ്പർ ഇട്ട് കൊടുത്തിട്ടാണ് ഇത് തെറ്റി വന്നിരിക്കുന്നത്. നിങ്ങളുടെ പ്രദേശത്തുള്ള മറ്റ് പ്രദേശത്തെ ആളുകൾക്കാണോ നിങ്ങളുടെ പ്രദേശത്ത് വോട്ടുള്ളത്? ഞങ്ങളുടെ പ്രദേശത്ത് വോട്ട് മുഴുവനായിട്ടും ഈ 5-ാം വാർഡിലേക്ക് മാറിയിരിക്കുകയാണ്. 9-ാം വാർഡിൽ വരേണ്ടത് 9-ാം വാർഡിലേക്ക് വരേണ്ട 87 വോട്ടുകൾ നേരെ 5-ാം വാർഡിലേക്കാണ് വന്നിരിക്കുന്നത്. ഇതിലിപ്പോൾ എന്തെങ്കിലും ഒരു രാഷ്ട്രീയം കാണുന്നുണ്ട്? ഇപ്പോൾ ഇവരുടെ മാറിയിരിക്കുന്നത് കൽപ്പാത്തി BJPക്ക് ശക്തിയുള്ളൊരു കേന്ദ്രത്തിൽ നിന്നാണ്. ഇപ്പോൾ ഇദ്ദേഹം നിൽക്കുന്ന പ്രദേശം ഈ കോൺഗ്രസ് വിജയിക്കാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ്. അങ്ങനെ എന്തെങ്കിലും സംശയിക്കുന്നുണ്ടോ? അല്ല, ഇതിനകത്ത് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ പാലക്കാട് അസംബ്ലി ഉപതെരഞ്ഞെടുപ്പിൽ നടന്നാലും 5000-ത്തോളം വോട്ട് പാലക്കാട് നഗരത്തിൽ 52 വാർഡുകളിലായിട്ട് കോൺഗ്രസിന് UDFന് ലീഡ് ചെയ്യാൻ കഴിഞ്ഞു. ഇതിൻ്റെ പുറകിൽ അതും ഒരു കാരണമാണ്. എന്ന് വെച്ചാൽ ആ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ പല വാർഡുകളിലും കോൺഗ്രസിന് മുന്നേറ്റം നേടാൻ കഴിഞ്ഞു. അതുകൊണ്ടാണ് BJPയുടെ കൂടി അറിവോടുകൂടിയാണ് ഈ അട്ടിമറി നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നുവെച്ചാൽ കോൺഗ്രസിന് ജയിക്കാൻ സാധ്യതയുള്ള വാർഡുകളിൽ BJPക്ക് സ്വാധീനമുള്ള മേഖലകൾ ഉൾപ്പെടുത്തിക്കൊണ്ട്, ഉദാഹരണത്തിന് 6-ാം വാർഡ് കോൺഗ്രസിന് നല്ല സാധ്യതയുള്ള വാർഡാണ്. അവിടെ BJPക്ക് സ്വാധീനമുള്ള പല പ്രദേശങ്ങളും 6-ാം വാർഡിൽ ഉൾപ്പെടുത്തി 500-ലധികം വോട്ടാണ് 6-ാം വാർഡിൽ അനധികൃതമായി കയറിയിരിക്കുന്നത്. എന്തായാലും വലിയ പരാതികൾ ഇത് സംബന്ധിച്ച് ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇനി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിൽ എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഷിജു ചിറ്റൂരിനൊപ്പം സാജിദ് അജ്മൽ, മീഡിയ 1, പാലക്കാട്.